എനിക്കറിയാം നിരവധി ആളുകൾ ഇപ്പം അതിനെ എതിർക്കുന്നവരുണ്ട്. ഈ മാറ്റത്തെ എതിർക്കുന്നവർക്ക് ഗൂഗിൾ പേ വരെ അറിയാവുന്നവരുണ്ട്. അപ്പോൾ ഇനി ഗൂഗിൾ പേ അറിയാവുന്നവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? അമിത്ഷാ ഒരു കോപ്പറേറ്റീവ് റിഫോം കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ നിയന്ത്രണം മുഴുവൻ കേന്ദ്രത്തിലേക്കാവും. അഴിമതി സെൻട്രൽ ലെവലിലാവും എന്നല്ലാതെ കോപ്പറേറ്റീവ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ആ സംവിധാനം. അതങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓരോന്നും അഴിമതി കുത്തി നിറയ്ക്കുന്ന ഒരു സംവിധാനം കുറേ നാളുകൊണ്ടേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റം വരിക എന്ന് പറയുന്നത് LDFിനെ സംബന്ധിച്ച് എത്ര വേദനയാണ്. അവർക്ക് കിട്ടുന്നൊരു സോഴ്സ് ഓഫ് ഇൻകം പെട്ടെന്ന് സ്റ്റോപ്പ് ആകുക എന്ന് പറയുമ്പോൾ അതായിരിക്കും പിണറായി വിജയനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു. സാമ്പത്തികമായി വളരെയധികം പരാധീനതയുള്ള സ്റ്റേറ്റ്, അതിൽ നിന്ന് ഇളവാക്കുന്ന ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കണം. ആ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടി അല്പം അസൗകര്യങ്ങളൊക്കെ ജനങ്ങൾ സഹിക്കാൻ തയ്യാറാവണം. പുതിയ UDF സർക്കാർ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നറിയാമായിരുന്നു. പല വിഷയങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പെൻഷൻ തുക സർവീസ് ബാങ്കുകൾ വഴി വീട്ടിലേക്കാണ് ഇപ്പോൾ, അല്ലെങ്കിൽ വൃദ്ധരായ ആളുകൾക്ക് സർവീസ് ബാങ്കുകൾ വഴി ജീവനക്കാർ വീട്ടിൽ കൊണ്ട് പണം ഏൽപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇനി അത് മാറുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്തതും കിടപ്പ് രോഗികൾക്കും മാത്രമായിരിക്കും വീട്ടിലേക്ക് തുക എത്തുക. ബാക്കി എല്ലാവർക്കും അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത്. അപ്പോൾ അതിനെ വൈകാരികമായിട്ടാണ് കേരളം എടുത്തിരിക്കുന്നത്. ഈ പറയുന്ന വയസ്സായ ആളുകൾ അല്ലെങ്കിൽ പെൻഷൻ കിട്ടുന്ന ആളുകളൊക്കെ സർക്കാരിനെതിരെ തിരിയാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതൊരു വലിയ കാര്യം. കാരണം ഒരു തരത്തിൽ നോക്കുമ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ ഈ ബാങ്കിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമാണ്. ആ ബാങ്കിങ് ഹാബിറ്റ് ഉണ്ടാകണമെങ്കിൽ അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നടന്നു പോകാനോ അല്ലെങ്കിൽ ബസ് യാത്ര ചെയ്ത് പോകാനോ ആരോഗ്യം ഉള്ള ഈ പെൻഷനേഴ്സിന് എന്തുകൊണ്ട് ബാങ്കിൽ നിന്ന് ഇത് വാങ്ങിക്കൂടാ? അങ്ങനെ ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അതൊരു പ്രശ്നം. പക്ഷെ ഇത് എനിക്കറിയാം നിരവധി ആളുകൾ ഇപ്പം അതിനെ എതിർക്കുന്നവരുണ്ട്. ഈ മാറ്റത്തെ എതിർക്കുന്നവർക്ക് ഗൂഗിൾ പേ വരെ അറിയാവുന്നവരുണ്ട്. അപ്പോൾ ഇനി ഗൂഗിൾ പേ അറിയാവുന്നവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പിന്നെ എങ്ങനെ ഇത് ഒരുപാട് വൈരുദ്ധ്യം ഉണ്ട് അതിനകത്ത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നടത്തിയ ചില അന്വേഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട്. ഒരു ഏരിയയിലെ കംപ്ലീറ്റ് ഒരു ഡിവിഷനിലെ കോർപ്പറേഷൻ ഡിവിഷനിലെ മുഴുവൻ പെൻഷനും ബാങ്കുകളിൽ നിന്ന് കൈപ്പറ്റി അത് വീടുകളിൽ എത്തിക്കുന്ന ഒരു ഏജൻസി പണിയുന്ന ആളുകളുണ്ട്. അവർ ഇന്ന് ബാങ്കിൽ നിന്ന് വാങ്ങിയാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും പൈസ കൊണ്ട് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് അവർ ആ പണം എന്ത് ചെയ്യുന്നു? അത് അന്വേഷിക്കാൻ വകുപ്പൊന്നുമില്ല, അറിയാൻ പറ്റില്ല. ബാങ്കിനത് സൂപ്പർവൈസറി കപ്പാസിറ്റി ഒന്നുമില്ല. ബാങ്ക് ഇന്ന ആളുടെ പേരിൽ ഓതറൈസേഷൻ അനുസരിച്ച് ആ എമൗണ്ട് കൊടുക്കുന്നു. ആ ആളിന് കിട്ടിയെന്ന് വെരിഫൈ ചെയ്യാൻ പോലും ഈ ബാങ്കിന് പ്രൊവിഷനില്ല. ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷനില്ല. ചിലപ്പോൾ പലർക്കും കിട്ടാതെ വരും. ഇപ്പോൾ ഈ ആദ്യത്തെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വന്നപ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എനിക്കറിയാവുന്നൊരു കേസുണ്ട്. എനിക്ക് പരിചയപ്പെട്ട ആൾ 1 ലക്ഷം രൂപയോളം ചീഫ് മിനിസ്റ്റേഴ്സ് ഫ്ലഡ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുത്തു. അതവിടെ കിട്ടിയില്ല. കളക്ടറേറ്റിലൊരു ഉദ്യോഗസ്ഥൻ അത് അയാളുടെ അക്കൗണ്ടിലേക്ക് റോങ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തു. അയാളെ 1 കൊല്ലത്തിന് ശേഷം സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അയാളെ ആ സർവീസിന് റിമൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പം അങ്ങനെ ദുരുപയോഗം ധാരാളം നടക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു പരിധി വരെയെങ്കിലും ഇത് പ്രതിവിധിയാകും എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ അത് വളരെ സാവധാനത്തിൽ വേണം നടപ്പാക്കാൻ. പെട്ടെന്നൊരു ദിവസം പറ്റില്ല. ഇത് കണ്ടുപിടിക്കണം. പിന്നെ എത്ര പെൻഷൻകാർ അർഹരായവരുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു മാർഗവും കൂടിയാണിത്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെല്ലാം ഒരുപോലെ സമ്പന്നരായിക്കൊള്ളുന്നില്ല. ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും, മക്കളെ ആശ്രയിക്കാതെ കഴിയുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരുടെ കേസുകൾ. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ കുറേ ബുദ്ധിമുട്ടാണ്. മറ്റേത് മിസ്യൂസ് സാധ്യത കൂടുതലുണ്ട് ഇപ്പോഴത്തെ ഈ സിസ്റ്റം. അത് നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ തന്നെ അറിയാൻ കഴിയും.
ലോക്കലായിട്ട്. പിന്നെ ഇത് മുഴുവൻ കാശ് കൊടുക്കുന്നുണ്ടോ? ഈ അവിടെ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് ഈ ബാങ്കിൽ പോകാത്തവർ. അവർക്ക് ഇത് നേരിട്ട് എത്തിക്കുന്നതിൽ തന്നെ ചിലപ്പോൾ തട്ടിപ്പ് കിടന്നേക്കാം. ഫുൾ പ്രൂഫ് സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷെ ഇത് പെട്ടെന്നുള്ളൊരു മാറ്റം എന്ന് പറയുമ്പോൾ അതിനൊരു വൈകാരിക പ്രശ്നമായി ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഗവൺമെൻറ് വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഇതിന്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് സർവീസ് ബാങ്കുകൾ വഴിയാണല്ലോ പെൻഷൻ എത്തിക്കുന്നത്. കൂടുതൽ സർവീസ് ബാങ്കുകളും കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ സർക്കാർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സർവീസ് ബാങ്കുകളുടെയും ബോർഡ് എന്ന് പറയുന്നത് CPM-ന്റെയും LDF-ന്റെയും കയ്യിലാണ്. അത് പല വിഷയങ്ങളിലും നിലവിലെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രതികരിക്കാറ്. എന്നാൽ ഈ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു. അതുപോലെ തന്നെ പ്രതിപക്ഷം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് പെൻഷൻ നിർത്തലാക്കാനുള്ള സർക്കാർ മുൻകൂട്ടി അല്ലെങ്കിൽ പെൻഷൻ നിർത്തലാക്കുന്നതിന്റെ ആദ്യ സ്റ്റെപ്പായിട്ടാണ് സർക്കാർ ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതെന്ന്. അത്തരം നെഗറ്റീവ് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു വിഷയത്തിൽ? നെഗറ്റീവായി കാണുന്നത് ആ ഇഷ്യൂവിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷണലായി ഇഷ്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മനഃപൂർവ്വം ചെയ്യുന്നൊരു അടവാണത്. അത് ഇമോഷണലായിട്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ടതില്ല. പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്നത് ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കാണ്. ആ ബാങ്ക് കംപ്ലീറ്റ് കൊള്ള ചെയ്ത് ഇല്ലാതാക്കിയത് CPM-ന് സ്വാധീനമുള്ള ഡയറക്ടർ ബോർഡ് അതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ്. ഇതേപോലെ തന്നെ UDF മാനേജ് ചെയ്യുന്ന ബാങ്കുകളിലുമുണ്ട്. മലബാർ ഏരിയയിൽ ചില ബാങ്കുകൾ തിരുവിതാംകൂർ സൈഡിലുമുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ ഈ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സൂപ്പർവൈസറി ഫെയിലിയറായിട്ട് അതിനെ കാണുന്നത്. അത് തിരുത്താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമിത്ഷാ ഒരു കോപ്പറേറ്റീവ് റിഫോം കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ നിയന്ത്രണം മുഴുവൻ കേന്ദ്രത്തിലേക്കാവും. അഴിമതി സെൻട്രൽ ലെവലിലാവും എന്നല്ലാതെ കോപ്പറേറ്റീവ് ബാങ്കുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ആ സംവിധാനം. അതിനെ ദുരുപയോഗം ചെയ്യുന്നത് തടയണം. കാരണം മുമ്പൊക്കെ ഞാൻ 1-2 തവണ ഈ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്റ്റാഫ് സെലക്ഷന് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ വാല്യുവേഷനും ഇൻ്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഒരാളും എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടുമായിരുന്നില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവർ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തന്നാൽ മതി, അതിൻ്റെ എന്താ പൈസ വെച്ചാൽ തരും, പരീക്ഷ നടത്തിയപ്പോൾ അവർ ആയിക്കോളാം. കുറെ കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയാലും പരീക്ഷ നടത്തിയപ്പോൾ എല്ലാം തന്നെ ഉണ്ട്, എനിക്ക് യാതൊരു റോളും ഇല്ല. എന്നിട്ട് ഞാൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. കാരണം ആരെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന ആളാണ്, പരീക്ഷ നടത്തിയത് ബാങ്കുകാർ, വാല്യുവേഷൻ അവർ, ഇൻ്റർവ്യൂ നടത്തുന്നവർ. അങ്ങനെ പിന്നെ ഇതൊരു ഔട്ട്സൈഡർ ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ഒരു 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാം, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാം. കാരണം അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓരോന്നും അഴിമതി കുത്തി നിറയ്ക്കുന്ന ഒരു സംവിധാനം കുറേ നാളുകൊണ്ടേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റം വരിക എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ച് എത്ര വേദനയാണ്. അവർക്ക് കിട്ടുന്നൊരു സോഴ്സ് ഓഫ് ഇൻകം പെട്ടെന്ന് സ്റ്റോപ്പ് ആകുക എന്ന് പറയുമ്പോൾ അതായിരിക്കും പിണറായി വിജയനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു. നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതും ഒരു ഫാക്ടർ ആയിരിക്കാം. പിന്നെ സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഈ സർവീസ് ബാങ്കുകൾ വഴി പണം വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് എങ്കിൽ ആരെങ്കിലും ഒക്കെ പെൻഷൻ കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ അത് തിരികെ ലഭിക്കില്ല. അതുപോലെ ഒന്നിൽ കൂടുതൽ പെൻഷൻ പല ആളുകൾക്ക് കിട്ടും. പിന്നെ കേന്ദ്രത്തിന്റെ രീതി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ രീതിയല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് കേന്ദ്രം തരേണ്ട ഫണ്ട് കേന്ദ്രം തരാതിരിക്കും എന്നുള്ള സാമ്പത്തിക വശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ സാമ്പത്തിക വശങ്ങളൊക്കെ ശരിയാണോ? അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് പോലെ സർവീസ് ബാങ്കുകളിൽ നിന്ന് ഡയറക്റ്റ് ബാങ്കിലേക്ക് എന്ന രീതിയിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായി സത്യത്തിൽ കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? കേന്ദ്രത്തിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണ്ടേ? ഇപ്പൊ കേന്ദ്രം ഇതിന്റെ പേരിൽ അവരുടെ ഷെയർ തരാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേന്ദ്രത്തിനുണ്ടായ താല്പര്യങ്ങൾ കാണൂല്ലോ ഇതിന്. ഇപ്പൊ ഈ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഈ ഭേദഗതി ഏതെല്ലാം തരത്തിൽ വരാൻ പോകുന്നു എന്ന് നമുക്കറിയില്ല. അതും കൂടെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു ഫൈനൽ ജഡ്ജ്മെന്റ് ഈ കാര്യത്തിൽ പാസ്സാക്കാൻ കഴിയൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംസ്ഥാന ഗവൺമെൻറ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം മാറ്റി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടൊന്നും കേന്ദ്രത്തിൻ്റെ ഷെയർ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കില്ല. അത് വെറുതെ ഒരു അടവ്
എന്ന രീതിയിൽ തന്ത്രങ്ങളത് കൊണ്ടുവരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പെൻഷൻ കൈപ്പറ്റാത്ത ആളുകളുടെ പെൻഷൻ തിരികെ വരുന്നില്ല എന്നുള്ളത് ഒരു കാര്യമായി പറയുന്നുണ്ട്. പിന്നെ ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നവരുണ്ട്, അർഹതയില്ലാത്തവർക്കും പെൻഷൻ കൈകളിൽ എത്തുന്നു എന്നുള്ളതൊക്കെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. അങ്ങനെ ആ വാദമൊക്കെ ശരിയാണെങ്കിൽ ഇത്തരം ഒരു നിലപാട് മാറ്റം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വീടുകളിലേക്ക് പെൻഷൻ എത്തില്ല, ബാങ്ക് അക്കൗണ്ട് വഴി ആകുമ്പോൾ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ലാഭം കേരളത്തിനുണ്ടാകുന്നു? തീർച്ചയായിട്ടും അത്രയും ആ ബാങ്കിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യല്ലേ ചെയ്യുക. പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം ഇന്നിപ്പോൾ പല കോപ്പറേറ്റീവ് ബാങ്കുകളും പൂട്ടിപ്പോവാണ്, സർവീസ് സൊസൈറ്റി ആയിട്ട് നിൽക്കുക. ആ ബാങ്കുകൾ പലതും ഇപ്പോൾ വളരെ നിഷ്പക്ഷമായിട്ടും സത്യസന്ധമായിട്ടും മാനേജ്മെൻറ്റ് നടക്കുന്ന സഹകരണ ബാങ്കുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇപ്പോൾ അല്ലാത്ത ബാങ്കുകളൊക്കെ ഒരുമാതിരി പ്രവർത്തന രഹിതമായി പോവുകയാണ്. കാരണം അവിടെ മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല ഫണ്ട് മിസ്യൂസ് തടഞ്ഞു നിർത്താൻ ഈ ബാങ്ക് വഴിയുള്ള പേയ്മെൻറ്റ് സിസ്റ്റം സഹായിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ താൽക്കാലികമായി കുറേ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയും എന്നല്ലാതെ ക്രമേണ അതിൽ മാറ്റം വരും. പക്ഷെ അത് ഗവൺമെൻറ് കുറേ കൂടെ ഈ കാര്യങ്ങളിൽ ഇതിപ്പം ഞാൻ പറയാം, ഇയാളെ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഇട്ടു എന്ന് പറഞ്ഞ് ഒരു പ്രചരണം നടത്തിയല്ലോ, ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ആ 2 ദിവസത്തേക്കെങ്കിലും ആ ആയങ്കിക്ക് അനുകൂലമായി ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കവിഞ്ഞ് അത് യാതൊരു വിധത്തിലും ഇമ്പാക്റ്റും ഇല്ല. ടോട്ടലി അവാസ്തവമായൊരു പ്രൊപ്പഗാൻഡയായിരുന്നു അത്. അതുപോലെ പെല്ലറ്റ് ഉപയോഗിച്ചില്ല എന്നല്ലേ ആദ്യം പറഞ്ഞു. അവസാനം പെല്ലറ്റ് ഇഞ്ചുറി കാണിച്ച ആളുടെ ഫോട്ടോ വന്നപ്പോൾ ദേ ഹാഡ് ടു അഡ്മിറ്റ്. അത് പലതും നമ്മൾ ആ കോൺക്രീറ്റ് ആയിട്ട് എവിഡൻസ് കൊണ്ടുവന്നാൽ മാത്രമേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. കാരണം കൃത്രിമങ്ങൾ ധാരാളം എല്ലാ ഇടപാടുകളിലും, അത് സർക്കാർ ഇടപാടുകളായാലും ബാങ്ക് ഇടപാടുകൾ. ഇപ്പോൾ ബാങ്കിൻ്റെ കാര്യത്തിൽ തന്നെ ഇവിടുത്തെ ഒരു വലിയ ബാങ്കിന് കോടിക്കണക്കിന് രൂപ നഷ്ടം ഒന്നൊന്ന് പേപ്പറിൽ റിപ്പോർട്ടുണ്ട്. നാഷണലൈസ് ബാങ്കിനാണ് വിസയുടെ എന്തൊക്കെ ഏർപ്പാട്, അതിൻ്റെ സത്യസന്ധമായ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ബാങ്കും അഴിമതിക്ക് അതീതമല്ല ഇപ്പോൾ. നാഷണലൈസ് ബാങ്ക് ആയാലും പ്രൈവറ്റ് ബാങ്ക് ആയാലും കോഓപ്പറേറ്റീവ് ബാങ്ക് ആയാലും. അതിൻ്റെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസ, സാമ്പത്തികമായി വളരെയധികം പരാധീനതയുള്ള സ്റ്റേറ്റ്, അതിൽ നിന്ന് ഇടവാക്കുന്ന ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കണം. ആ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടി അല്പം അസൗകര്യങ്ങളൊക്കെ ജനങ്ങൾ സഹിക്കാൻ തയ്യാറാവണം എന്ന ഒരു ചിന്ത വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല കാര്യമാണ്.